വിശദമായ വാർത്തയിലേക്ക്. വാളയാർ കേസിൽ മരിച്ച പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്ത CBI കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം CBI യൂണിറ്റാണ് കൊച്ചി CBI മൂന്നാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 6 കേസുകളിലാണ് കുറ്റപത്രം. പ്രേരണാകുറ്റം ചുമത്തിയ കുറ്റപത്രത്തിൽ കുട്ടികളുടെ അച്ഛനും അമ്മയും പ്രതികളാണ്. കുട്ടികൾ ബലാത്സംഗത്തിനിരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല എന്ന കുറ്റം ചുമത്തി പ്രതിയാക്കിയത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെ പ്രതിയാക്കി കുറ്റപത്രം നൽകി. ഇത് തള്ളിയ കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മാതാപിതാക്കൾക്ക് കുറ്റപത്രം നൽകിയത്. നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത്തരം കണ്ടെത്തലുണ്ടായിരുന്നു. അതേസമയം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ CBIക്ക് കഴിയാത്തതിനാലാണ് അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്തതെന്ന് വാളയാർ അമ്മ പറഞ്ഞു. 7 വർഷമായി CBI അന്വേഷണം നടത്തുന്നുണ്ട്. അവർ ആരെയൊക്കെയോ ഭയക്കുന്നുമുണ്ട്. CBIയേക്കാൾ കേരള പോലീസായിരുന്നു മെച്ചമെന്ന് ഇപ്പോൾ കരുതുന്നു. യഥാർത്ഥ പ്രതികളെ തുറുങ്കിലടയ്ക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും വാളയാർ അമ്മ പറഞ്ഞു. എന്താണ് ഈ വിധി ഇങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, യഥാർത്ഥ വ്യക്തിയിലെത്താൻ CBIക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവർ അവസാന ഘട്ടമായിട്ട് എന്താ പറയാ, ഒരു നാളികയുമായിട്ട് അവസാനമായിട്ട് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുന്നത്. സത്യസന്ധമായിട്ട് കേസ് തെളിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ രാജേഷ് മേനോനെ നമുക്ക് വക്കീലായിട്ട് സർക്കാരാണെങ്കിലും CBI ആണെങ്കിലും തന്നിട്ടുണ്ടാവും. പക്ഷെ അവർ നമ്മളെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ, ഒരു ഫയൽസ് മാത്യൂസ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ട് ഇപ്പം അവസാന ഘട്ടമായിട്ട് അവരുടെ എല്ലാവരുടെയും കൂടാലോചനയുടെ ഭാഗമായിട്ട് അച്ഛനും അമ്മനെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. CBIയുടെ ഇത്ര നിങ്ങളുടെ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ? പെരുമാറ്റം ചോദിച്ചാൽ വരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചോദിക്കുന്ന പോലെ മൊഴിയെടുക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പലതവണ അവർ ജീപ്പ് പോയിട്ട് വരുന്നുണ്ട്, നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി മൊഴിയെടുക്കും, തിരിച്ചു കൊണ്ടുവിടും, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോട് അവരുടെ മുഖത്ത് ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. CBI മുന്നിൻ്റെ അടുത്ത് നിങ്ങളെ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ മക്കളുടെ കൊലപാതകമാണെന്നുള്ള രീതിയിൽ അന്വേഷണം എത്തിയാൽ മാത്രമേ പൂർണ്ണമായിട്ട് എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളെ തുടക്കം മുതലേ ചതിച്ചത് പോലീസുകാരാണ്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് പോലീസുകാരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 2017 മകൾ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാതെ ചുറ്റിച്ചത് പോലീസുകാരാണ്. നമ്മൾ പലതവണ സ്റ്റേഷനിൽ പോയിട്ട് തന്നില്ല. രണ്ടാമത്തെ മകൾ മരിച്ച ശേഷം 2 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വരുന്ന 13 മക്കൾ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷമായി. അവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് ഇപ്രാവശ്യം എറണാകുളത്തെ കച്ചേരിപ്പടിയിലാണ് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്കിപ്പോൾ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങൾ പ്രതി ചേർത്തതിന്റെ കാരണം CBI പറയണം, എന്താണ് ഞങ്ങൾ തെറ്റുകാരാണെന്ന് കണ്ടെത്തിയത് തെളിവെന്താണ്. ഇന്നലെ വരെ അവരെവിടെയായിരുന്നു? CBI ഇന്നലെയൊന്നും വന്നതല്ലല്ലോ, വന്നിട്ട് 2 വർഷം കഴിഞ്ഞില്ല. അപ്പൊ അവർ ഇന്നലെ വരെ എവിടെയായിരുന്നു? ഞങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളത് അവർ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഇന്നലെ വരെ എവിടെയായിരുന്നു? അപ്പൊ ഈ 1 വർഷം മുമ്പ് അവർക്ക് പറയാൻ പാടില്ലേ? അച്ഛനമ്മ CBI കൊണ്ട് 2 വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? അപ്പൊ അവർ മിനിഞ്ഞാന്ന് വരെ ഇന്നലെ വരെയൊക്കെ എവിടെയായിരുന്നു? അച്ഛനമ്മയും പ്രതികളാണ്, ബലാത്സംഗ കുറ്റം അറിഞ്ഞിട്ട് മറച്ചു വെച്ചത്. അങ്ങനെ അറിഞ്ഞിട്ട് മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് സത്യസന്ധമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കണ്ണീരൊഴുകി നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ മകൾക്ക് വേണ്ടി. അറിഞ്ഞിരുന്നെങ്കിലേ ഇത് തെരുവിൽ കിടന്നിങ്ങനെ തലമുണ്ടനം ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. യഥാർത്ഥ പ്രതിയിലെത്താൻ അവരൊരിക്കലും ശ്രമിക്കുന്നില്ല. വിശ്വാസമില്ല പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വിശ്വാസമില്ലാതെ പറയാൻ കഴിയില്ല. കാരണം അവരോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അന്വേഷണം മക്കളുടെ കൊലപാതകമാണെന്നുള്ള രീതിയിൽ എത്തുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടും നിങ്ങളുടെ അന്വേഷണത്തിന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വിശ്വാസമില്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കേസ് അട്ടിമറിച്ചുകൊണ്ടേ നിൽക്കണം. ആദ്യം സോജം വന്നു, അട്ടിമറിച്ചു. പിന്നെ അനന്തകൃഷ്ണൻ വന്നു, കേസ് അട്ടിമറിച്ചു. ഇപ്പോൾ ഉമ്മ വന്നു, അട്ടിമറിച്ചു. എല്ലാം കൂടി സർക്കാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് കേസ് അട്ടിമറിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ സോജന IPS കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സർക്കാർ. എന്ത് കാരണം കൊണ്ട് കുട്ടികളെ അപമാനിതമായി പറഞ്ഞത് എല്ലാം കേസ് അട്ടിമറിച്ചത് ഒക്കെ സോജനാണ്. അതിലൊക്കെ വെച്ചിട്ട് സർക്കാർ എന്തിന് സോജന IPS കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്? പിന്നെ ഞങ്ങളെ വക്കീലായിട്ട് സർക്കാർ വക്കീലായിട്ട് ഞങ്ങൾക്ക് രാജേഷ് മേനോനെ വേണമെന്ന് പറഞ്ഞു. അതും CBI അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു കേസിന്റെ അട്ടിമറിച്ചും കൊണ്ടാണല്ലോ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ കളിക്കുന്നത്. തീർച്ചയായിട്ടും CBIന് തീരെ വിശ്വാസമില്ല. CBIന്റെ കേസ് വിശ്വാസം ഉണ്ടെങ്കിൽ കൊലപാതകത്തിന് അവിടുന്ന് അന്വേഷിച്ച് വന്നാലേ ഞങ്ങൾക്ക് ഒരു വിശ്വാസമാകുള്ളൂ. അതുവരെ തീരെ അവിടെ നിന്ന് അങ്ങോട്ട് എത്തിയിട്ടേ ഇല്ല കേസ്. ഇപ്പൊ അച്ഛനും അമ്മനും അവർക്ക് പ്രതികളെ കിട്ടാത്ത കാരണം കൊണ്ട് അവര് അച്ഛനും അമ്മനും പ്രതി ചേർത്തിലാക്കിയെന്ന് മാത്രം. UTV ന്യൂസ്, പാലക്കാട്.